2020 ഫെബ്രുവരി 27 കൊല്ലം ഇളവൂരിൽ ദേവനന്ദ എന്ന 2ാം ക്ലാസ്സുകാരിയെ ഇത്തിക്കരയാറ്റിൻ്റെ കൈവഴിയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ ദിവസമായിരുന്നു. കേരളം മറക്കാത്ത ഒരു ദിവസമാണ്. മലയാളികളുടെ എല്ലാം മനസ്സിൽ ഒരു വേദനയായി അവശേഷിക്കുന്ന ആ ഒരു സംഭവം, ദേവനന്ദയുടെ മരണം. കാരണം അന്ന് അത്ര കണ്ട് മാധ്യമശ്രദ്ധയും ആളുകളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. അന്ന് കൊല്ലത്ത് റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. ദേവനന്ദയെ കാണാതാകുന്നു എന്ന തരത്തിൽ അന്ന് റിപ്പോർട്ടർമാർക്കെല്ലാം ഫോൺ കോളുകൾ വരുന്നു. ഞങ്ങളെല്ലാം ഇളവൂരിലേക്ക് പോവുകയാണ്. തുടർന്ന് കൊണ്ടുപിടിച്ച പരിശോധന നടക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഈ പരിശോധന നടക്കുന്നു. ഏറ്റവും ഒടുവിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതിൻ്റെ പോലീസിൻ്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ പോലീസ് സർജൻ അവിടെ സ്ഥലത്തെത്തി സ്ഥിരീകരിച്ചത് ഈ കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന നിലയിലാണ്. പക്ഷേ ഇപ്പോഴും ഇളവൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. ദേവനന്ദ അങ്ങനെ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിലും അവശേഷിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകരായ പലർക്കും പല കാര്യങ്ങളിൽ ഇപ്പോഴും അതിൽ ദുരൂഹത തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടേക്ക് എത്തുകയാണ്. ദേവനന്ദയുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, അതൊരു നാട്ടിൻ പുറമാണ്. ദേവനന്ദയുടെ വീട് ഒരു ഇട റോഡിലാണ്, ടാർ ചെയ്ത റോഡാണ്. അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ റോഡ് വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് ഒരു ടെറസ് വീടാണ് ദേവനന്ദയുടെ വീട്. ഓപ്പോസിറ്റായി 2 വീടുകളുണ്ട്. ദേവനന്ദയുടെ വീട്ടിൽ നിന്ന് ഈ ചെറിയ റോഡ് താഴേക്ക് പോകുമ്പോൾ ദേവനന്ദയുടെ വീടിന് ആ വശത്ത് തന്നെ മറ്റൊരു കോൺക്രീറ്റിലുള്ള വീടുണ്ട്. അതിനപ്പുറത്തുള്ളത് ഒരു ചെറിയ ചെറ്റക്കുടിൽ പോലത്തെ വീടാണ്. ഈ വീടുകളിൽ ഈ പറയുന്ന ദേവനന്ദയുടെ വീടിൻ്റെ മറുവശത്തുള്ള വീട്ടിൽ മാത്രമാണ് ആൾ താമസമുള്ളത്. മറ്റ് 2 വീടുകളിലും ആൾ താമസമില്ല. ഈ ചെറിയ വീട് എന്ന് പറഞ്ഞത്, അതായത് ഒരു ചെറ്റക്കുടിൽ പോലത്തെ ആ തരത്തിലുള്ളൊരു വീട്ടിൽ 2 പേരാണുള്ളത്. അവിടെ ഉള്ള ഒരാളിന് മാനസികമായ ചില പ്രശ്നങ്ങളുള്ള ഒരാളാണ്. പക്ഷേ ആരെയും ഉപദ്രവിക്കുന്ന ആളൊന്നുമല്ല. ഒരു വീട്ടിൽ തന്നെ സ്ഥിരമായി കഴിഞ്ഞുകൂടുന്ന ഒരാളാണ്. ആ തരത്തിലാണ് നാട്ടുകാർ അന്ന് മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞത്. ഈ വീട്ടിൽ ഒരു 10, 10:30, 11 മണി ആ ഒരു സമയമാണ് ദേവനന്ദയുടെ അമ്മ പറയുന്നത്. ഒരു 11 മണി സമയമാണ് പറയുന്നത്. അന്ന് ദേവനന്ദയുടെ അനുജൻ ജനിച്ച സമയമാണ്. ചെറിയ കുഞ്ഞാണ്, ആഴ്ചകൾ മാത്രം പ്രായം പൂർത്തിയാകുന്ന തരത്തിലാണ് ആ കുഞ്ഞിൻ്റെ അന്നത്തെ ഒരു വളർച്ച, ഇളയ കുഞ്ഞിൻ്റെ. ഈ സമയം അടുക്കളയിൽ പെരുമാറുന്ന അമ്മ ഈ ഇളയ കുഞ്ഞിനെ നോക്കാൻ ദേവനന്ദയെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മ പുറത്ത് തുണി അലക്കുകയോ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത ശേഷം തിരികെ ഈ പ്രധാന മുറിയിലേക്ക് വരുമ്പോൾ, ഉമ്മറത്തേക്ക് വരുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അതായത് ദേവനന്ദയെ കാണുന്നില്ല. അവിടെ തിരച്ചിലാകുന്നു. പരിസരത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിക്കുന്നു. അവിടെ പാല് വാങ്ങാൻ അമ്മ രാവിലെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോകാറുണ്ട്. ആ കടയിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടുപോകാറുണ്ട്. ഒരുപക്ഷെ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്നൊരു ധാരണയിൽ അവിടെ അന്വേഷിക്കുന്നു. പക്ഷേ അവിടേക്ക് കുഞ്ഞ് ചെന്നിട്ടില്ല. അങ്ങനെ ഒരു നാടൊന്നാകെ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ്. അന്ന് ദേവനന്ദയുടെ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. മാധ്യമങ്ങളെല്ലാം അവിടെ വരുന്നു. പോലീസിൻ്റെ തിരച്ചിലുണ്ടാകുന്നു. പോലീസ് നായ വരുന്നു. വളരെ വലിയ അന്വേഷണം ഈ കുഞ്ഞിന് വേണ്ടി അന്ന് നടക്കുകയാണ്. അന്ന് ഈ പോലീസ് നായയെ കൊണ്ടുവന്ന് വീടിന് പിറകിലുള്ള ആ കിണറ്റിന് വശത്തുകൂടി തൊട്ടടുത്ത, അതായത് ദേവനന്ദയുടെ വീടിരിക്കുന്ന ആ വശത്ത് തന്നെയുള്ള വീടിൻ്റെ മതിൽ കെട്ടിന് അകത്തേക്ക് പോലീസ് നായ ചാടുന്നു. അവിടെ ആൾ താമസമില്ലാത്ത വീടാണ്. ആ വീട് ചുറ്റി ഈ അതിൻ്റെ ഗേറ്റിന് മുമ്പിലേക്ക് വരുന്നു. അവിടെ പോലീസ് ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ഈ പോലീസ് നായ താഴേക്ക് ഓടുകയാണ്. അതായത് ഈ ചെറ്റക്കുടിൽ എന്ന തരത്തിലിരിക്കുന്ന വീട്, ആ വീട് കഴിഞ്ഞ് ഏതാണ്ട് 150-200 മീറ്ററിലധികം പോകുമ്പോഴാണ് നമുക്ക് ഈ ഇത്തിക്കരയാറിൻ്റെ കൈവഴിയുടെ ഒരു ഭാഗത്തെത്താൻ കഴിയുന്നത്. പിന്നീട് ഒരു വശത്ത് റബ്ബർ തോട്ടവും ഒരു വശത്ത് ആറുമായി ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നടവഴിയാണ് പിന്നെയുള്ളത്. ഒരു വശത്ത് ഈ റബ്ബർ തോട്ടവും പിന്നെ ആറും. അങ്ങനെ നടന്നു പോകും. ഈ റോഡ് അവിടെ തീരുകയാണ്. അത് വീണ്ടും ഒരു ഏതാണ്ട് 200-300 മീറ്റർ പോകുമ്പോൾ ഒരു തടിപ്പാലം. അവിടെ ഒന്നും ഒരു വീടുമില്ല. ഈ ആളൊഴിഞ്ഞ പ്രദേശമാണ്. ഒരു വശത്ത് റബ്ബർ തോട്ടവും ഒരു വശത്ത് കാട് കയറിയ പ്രദേശമാണ്. ആറ്റിൻ്റെ ഒരു കര ആ കാട് കയറിയ പ്രദേശമാണ്. ഈ തടിപ്പാലം കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും 10-200 മീറ്റർ ഈ കാടും പടപ്പും നിറഞ്ഞ പ്രദേശത്തു കൂടി നടന്ന് ഒരാൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള വഴിയിലൂടെ മുകളിലേക്ക് കയറിയാൽ ഒരു അമ്പലമുണ്ട്. ഈ ആറ്റിൻ്റെ തന്നെ കരയിലൂടെ പോയാൽ വീണ്ടും
ഇങ്ങനെ ഒരു നടവഴിയാണ്. ഏതാണ്ട് 1/2 കിലോമീറ്റർ പോയാൽ മാത്രമേ ഒരു വീട് നമുക്ക് കാണാൻ കഴിയൂ. അത്രയും വിജനമായ ഒരു പ്രദേശമാണ്. ആ ഒരു ദിവസം ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്. അന്ന് ഒരു ചലച്ചിത്ര താരം പോലും ഒരു തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു ദേവനന്ദയെ കണ്ടെത്തി എന്ന തരത്തിൽ. പക്ഷേ ദേവനന്ദയെ ആ സമയത്ത് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം ആ സമയത്ത് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി അവിടെ ഉണ്ട്. ഈ വഴികളിലൂടെ എല്ലാം ഞങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഭാഗത്ത് പോകുന്നുണ്ട്. അമ്പലത്തിൽ അന്ന് ഉത്സവം നടക്കുന്ന സമയമാണ്. വളരെ കുറച്ച് ആളുകൾ രാവിലെ ഈ വഴിയിലൂടെ ആ അമ്പലത്തിലേക്ക് പോകും. മറ്റ് ആളുകളൊന്നും അതുവഴി പോകുന്നില്ല. ഒരാൾ സഞ്ചാരമില്ലാത്ത പ്രദേശമാണ്. അങ്ങനെ ഈ കുറ്റിക്കാടിനിടയിലും റബ്ബർ തോട്ടത്തിലും ആറ്റിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഏതാണ്ട് 1/2 കിലോമീറ്റർ കഴിഞ്ഞാലുള്ളൊരു വീടുണ്ട്. ആ വീട് കഴിഞ്ഞ് വീണ്ടും സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ടാറിട്ട റോഡിൽ നമ്മൾ എത്തൂ. ആ തരത്തിൽ ഉള്ള ഒരു പ്രദേശത്ത് വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട്. പിറ്റേ ദിവസവും ഈ തിരച്ചിൽ നടക്കുന്നു. കുട്ടിയുടെ മൃതദേഹം പിറ്റേന്ന് കണ്ടെത്തുകയാണ്. ഈ ആറ്റിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. ഈ തടിപ്പാലം കയറുന്ന ഭാഗത്ത്, അതായത് തടിപ്പാലം 2 തെങ്ങിൻ തടിയിൽ ആ തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളൊരു പാലമാണ്. അവിടെ നിന്നാണ് ഈ കുട്ടി അതിലേക്ക് വീണതെന്ന് എന്ന അനുമാനത്തിലാണ് പിന്നീട് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ പല തരത്തിലുള്ള ദുരൂഹതകൾ അവശേഷിച്ചിരുന്നു. കാരണം കുട്ടിയുടെ അമ്മ പറയുന്നത്, ആ സമയത്ത് കുട്ടിയുടെ അമ്മയുടെ മൊഴിയായി ലഭിച്ചത്, ഈ കുട്ടി ഒരിക്കലെങ്കിലും ഈ ആറ്റിന് തീരത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല വീട്ടുകാരും അങ്ങോട്ട് പോയിട്ടില്ല. തുണി അലക്കുന്നതിനോ അല്ലെങ്കിൽ കുളിക്കുന്നതിനോ ആറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനോ ആ ഭാഗത്തേക്ക് അമ്മയോ അപ്പൂപ്പനോ അമ്മുമ്മയോ ആരും തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഈ കുട്ടി ഒരിക്കൽ പോലും ആറ്റിലേക്ക് പോവുകയോ അത് കാണുകയോ ചെയ്തിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, അമ്മയുടെ ഷോൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ പിന്നീട് മൃതദേഹം കാണുമ്പോഴും ശരീരത്തിൽ അത് ചുറ്റിയ നിലയിലായിരുന്നു ആ ഷോൾ ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ കുട്ടിയെ ആരെങ്കിലും അവിടേക്ക് കൊണ്ടുപോയോ എന്ന തരത്തിലുള്ള സംശയം. പക്ഷേ അവിടെ അന്ന് ആ സമയത്ത് CCTVയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ദൃക്സാക്ഷിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യ തെളിവോ ഒന്നും തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഈ പാലത്തിൽ നിന്ന് കുട്ടിയെ തള്ളിയിട്ടതാണോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കുട്ടിയെ ഈ വെള്ളത്തിലേക്ക് എറിയുകയായിരുന്നോ, അതല്ല കുട്ടി അവിടെ നടന്നു പോയി വീഴുകയായിരുന്നു എന്നതിൽ വലിയ സംശയമുണ്ട്. കാരണം ഈ ചെറിയ ഒരു ഒറ്റയടി പാതയിലൂടെ ഒരു വശത്ത് റബ്ബർ തോട്ടവും ഒരു വശത്ത് ആറുമായ സ്ഥലത്തുകൂടി വളരെ ബുദ്ധിമുട്ടി ആ കുഞ്ഞ്, അത് പ്രത്യേകിച്ച് ഈ കല്ല് നിറഞ്ഞ ഒരു വഴിയാണ്. അത് വെറും കാലിലാണ് ആ കുട്ടി നടന്നു പോകുന്നത്. പാറക്കല്ലുകൾ നിറഞ്ഞ വഴിയാണ്. ആ സ്ഥലം കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ വളരെ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. നിറയെ കല്ലും ആ കൂർത്ത കല്ലുകളാണ്. ആ കല്ലുകൾ ചവിട്ടി ഒരു 2ാം ക്ലാസ്സുകാരി നഗ്നപാതയായിട്ട് ഇതിങ്ങനെ നടന്ന് ആ തെങ്ങന്തടി പാലം വരെ എത്തുകയും ആ പാലത്തിൽ നിന്ന് പിന്നെ വെള്ളത്തിൽ വീഴുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിൽ ചില അസ്വാഭാവികതയുണ്ട്. മാത്രമല്ല, ഈ പോലീസ് നായ വന്ന് തൊട്ടടുത്ത വീട്ടിലേക്കാണ് ചാടുന്നത്. ആ വീടിന് പിറകിലൂടെ ഓടി, ഈ പറയുന്ന റോഡിലൂടെ ഓടി, ഒടുവിൽ ആറ്റിന് തീരത്തോടു കൂടി ഓടി ഈ തെങ്ങന്തടി പാലത്തിൽ ഈ നായയുടെ ഓട്ടം അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. മാത്രമല്ല, ഈ പാലത്തിൽ കയറുന്നതിന് മുൻപ് ഒരു കുറ്റിക്കാട്ടിലേക്ക് ഈ നായ ഓടിക്കയറുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതായത് കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ടുവന്ന് ഈ കുറ്റിക്കാടിനുള്ളിലേക്ക് കയറിയോ എന്നതിൽ വളരെ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് കുട്ടിയെ ശാരീരികമായോ മറ്റോ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്നതിൽ സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയമാണ്. ആ സമയത്ത് കുട്ടി കരയുകയും ആ ഒരു പ്രകോപനത്തിൽ കുട്ടിയെ വെള്ളത്തിലേക്ക് എടുത്തിടുകയും ചെയ്തതാണോ എന്ന ബലമായ സംശയം അതുമുതലുണ്ട്. മാത്രമല്ല, ഈ പാലം കയറിയ ശേഷം വീണ്ടും നായ മുന്നോട്ട് ഓടുകയാണ്. അതായത് ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയിലൂടെയല്ല, മറിച്ച് ഈ ആറ്റിന് തന്നെ തീരത്തുകൂടിയുള്ള ഈ ഒറ്റയടി പാതയിലൂടെ ഈ നായ ഓടുകയാണ്. ഏതാണ്ട് 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു വീടുള്ള കാര്യം ഉണ്ട് എന്ന കാര്യം പറഞ്ഞത്. ആ വീടും കഴിഞ്ഞ് ടാറിട്ട റോഡിലേക്ക് ഈ നായ ഇറങ്ങുകയും പിന്നീട് ഒരു കയറ്റമാണ്. ആ കയറ്റത്തിലേക്ക് ഈ നായ കുറേ ദൂരം ഓടിപ്പോയി നിൽക്കുകയും ചെയ്തു. അന്ന് ഞങ്ങളെല്ലാം തന്നെ ഈ നായയുടെ കൂടെ പോയി നോക്കിയതാണ്. എന്താണ്, എവിടം വരെ പോകും എന്നത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ പോയി നോക്കിയതാണ്. പക്ഷേ ഈ കുട്ടി പാലം വരെയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് നായ പിന്നെയും മുന്നോട്ട് ഓടി എന്നത് വളരെ വലിയ ഒരു സംശയമാണ്. കാരണം നായ ആ വീട്ടിൽ നിന്ന് ഓടി വന്ന വഴിയിലൂടെ തന്നെയാണ് കുഞ്ഞ് വന്നിട്ടുള്ളത്.
ആ പാലത്തിൽ കയറി നായ നിൽക്കുന്നു. അതിനു മുൻപ് കുറ്റിക്കാട്ടിൽ കയറുന്നു, അതിനുശേഷം ഈ പാലത്തിൽ കയറുന്നു. കുട്ടിയുടെ മൃതദേഹം തൊട്ടടുത്ത ദിവസം കണ്ടെത്തുന്നത് ഈ പാലത്തിന് സമീപത്ത് നിന്ന്, പാലത്തിന് ചുവട്ടിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതായത് അതുവരെ പോലീസ് നായ ഓടിയ റൂട്ട് വളരെ ശരിയായിരുന്നു എങ്കിൽ ദേവനന്ദയുടെ ആ ഗന്ധം അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ നായ പിന്നെയും മുന്നോട്ട് ഈ വഴിയിലൂടെ ഓടുകയാണ്. അതായത് ഒരാൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഓടുന്നു. ഏതെങ്കിലും കാട്ടിനകത്തുകൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറമ്പിലൂടെയോ ഒന്നുമല്ല, ഈ വഴിയിലൂടെ തന്നെ നായ പിന്നെയും സഞ്ചരിച്ച് ടാറിട്ട റോഡിലേക്ക് എത്തി എന്നതാണ് അന്ന് നേരിൽ കണ്ട ഒരു സംഭവം. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിൽ വളരെ വലിയ സംശയമുണ്ട്. ഏതായിരുന്നാലും പിന്നീട് അന്നത്തെ പോലീസ് സർജൻ ഡോക്ടർ ശശികല മാഡം അവിടെ എത്തുകയും അതിൻ്റെ പരിശോധനകൾ നടത്തി അതൊരു വെള്ളത്തിൽ വീണുള്ള മരണമാണെന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചില സംശയങ്ങൾ ഇന്നും ദേവനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുക തന്നെയാണ്.